അന്യഭാഷക്കാർ പോലെ കൗതുകത്തോടെ വീക്ഷിക്കുകയും അവർക്ക് വരെ പ്രചോദനമാവുന്ന താരമാണ് മമ്മൂക്ക എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. വിഷയത്തിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നടന്ന ഇൻ്റർവ്യൂവിലാണ് മമ്മൂക്കയെക്കുറിച്ച് ശശികുമാർ വാചാലമായി സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. മലയാളത്തിൽ ഞാൻ മതിലുകൾ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ട്. അത് വല്ലാത്തൊരു സിനിമയായിരുന്നു. മമ്മൂട്ടി സാറിന് നാഷണൽ അവാർഡ് വരെ നേടിക്കൊടുത്ത സിനിമ. എൻ്റെ ചെറിയ വയസ്സിൽ ആ സിനിമ കണ്ട് എനിക്ക് ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഒരു മതിലും ഒരു കഥാപാത്രവും മാത്രമാണ് ആ സിനിമയിൽ ഉള്ളത്. പിന്നെ അപ്പുറത്ത് അടുത്ത കഥാപാത്രത്തിൻ്റെ ശബ്ദം മാത്രം. എല്ലാ സംവിധായകരും ഉറപ്പായും കാണേണ്ട സിനിമയായിരുന്നു മതിലുകൾ. അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയായിരുന്നു ചിത്രത്തിൻ്റെ പ്രധാന ആധാരം. ഇത്രയേറെ പഴക്കമുള്ള ഒരു സിനിമയെക്കുറിച്ച് ശശികുമാർ പറയുമ്പോൾ മമ്മൂക്ക എന്ന താരത്തെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അന്യഭാഷക്കാർ മമ്മൂക്ക സിനിമകൾ നോട്ട് ചെയ്യുകയും വിശകലനം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നു എന്ന് വരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് മനസ്സിലാവുന്നു. 1990 റിലീസായി മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് വരെ വാങ്ങിക്കൊടുത്ത മതിലുകൾ എക്കാലത്തെയും ഒരു ക്ലാസിക് സിനിമകളുടെ ഗണത്തിൽ പെടുത്താവുന്ന ഒരു മൂവി തന്നെയായിരുന്നു.